ഹായ് എവ്രി വൺ, ഇറ്റ്സ് മീ മോംസി. വെൽക്കം ടു ബിയോണ്ട് ബുക്സ് ക്ലാസ് 6. പലപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും എന്നാൽ അത് പാതി വഴിയിൽ നിർത്തിപ്പോവുകയും ചെയ്യാറുണ്ട്. അത് ശരിക്കും നമ്മളുടെ വിൽ പവർ കുറവ് കൊണ്ടല്ല, മറിച്ച് നമ്മളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മളെ തോൽപ്പിക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, ഒരു വിത്ത് എത്ര മികച്ചതായാലും അത് മുളയ്ക്കണമെങ്കിൽ നല്ല ഗുണമേന്മയുള്ള മണ്ണ് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ ആ വിത്തുകളാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളാണ് അതിൻ്റെ മണ്ണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ നമ്മളുടെ അടുത്തുണ്ടാകുന്നത് നമ്മളുടെ കോൺസെൻട്രേഷൻ നശിപ്പിക്കുന്ന ഒരു മോശം മണ്ണ് ഒരുക്കുന്നതിന് തുല്യമാണ്. സോ ഇന്ന് നമുക്ക് വിജയകരമായ ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ചെറിയ 2 ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, മേക്ക് ഇറ്റ് ഈസി. നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നവ നമ്മളുടെ കണ്ണിന് മുന്നിൽ വെക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് നാളെ തൊട്ടിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ്. സോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും നമ്മൾ ഒരുക്കി വെക്കുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ, മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട്. ചീത്ത ശീലങ്ങളിലേക്കുള്ള വഴി പ്രയാസമുള്ളതാക്കുക. ഉദാഹരണത്തിന്, നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഫോണ് വേറെ ഏതെങ്കിലും റൂമിലോ അല്ല എന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ അമ്മമാർക്കായാലും മക്കൾക്കായാലും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പഠിക്കുന്ന ഏരിയ നമ്മൾ ഒന്ന് ഡിസൈൻ ചെയ്യുക, നല്ല രീതിയിൽ നീറ്റായിട്ട് സൂക്ഷിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ അമ്മമാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ പല സ്കിൽസ് കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾക്കായിട്ട് നമ്മളുടെ വീട്ടിൽ ഒരു ചെറിയ ക്രിയേറ്റീവ് കോർണർ ഒരുക്കുക എന്നുള്ളത്. ഓക്കെ. സോ നമ്മുടെ ചുറ്റുപാട് മാറുമ്പോൾ നമ്മുടെ ചിന്തകളും മാറും എന്നുള്ളതാണ്. സോ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഒരു സാഹചര്യം ഇന്ന് നിങ്ങൾ എങ്ങനെ മാറ്റും എന്നാണ് ഇന്നത്തെ കുട്ടി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് താഴെ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.